ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ പവിത്രത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ കമലാമ്മ ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേനും നമ്മുടെ ശ്രീജ അങ്ങോട്ടേക്ക് വന്നു. അമ്മേ അമ്മ എന്തേ കാണിക്കുന്നത്? വിക്രമിനെ പറ്റി ആലോചിച്ചിട്ടാണെങ്കിൽ ധൈര്യമായിട്ടിരിക്കുക, അവനൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. ഇന്നൊരു നല്ലൊരു ദിവസമായിട്ട് അമ്മ കരയാതിക്കോട്ട് വാ എന്ന് പറഞ്ഞ് എല്ലാം ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ ശ്രീജ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പം അതേണ്ട വേദയാണെങ്കിൽ കേക്കൊക്കെ വാങ്ങി ഡെക്കറേറ്റ് ഒക്കെ ചെയ്തു. ആഹാ, കേക്കൊക്കെ വാങ്ങിയോ എന്ന് ചോദിച്ചു ശ്രീജ അങ്ങോട്ടേക്ക് ചെല്ലുക കേട്ടോ. അപ്പം അത് അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്, ആഘോഷിക്കാൻ തന്നെയാണ് ഇവർ തീരുമാനിച്ചത്. ഇതൊന്നും അച്ഛൻ ഇഷ്ടപ്പെടുമോന്നാ എൻ്റെ സംശയം. ഒരു കേക്ക് കട്ട് ചെയ്തു എന്ന് വെച്ച് ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോണില്ലല്ലോ അമ്മേ. അപ്പൊ വേഗം നന്ദിനി, ഈ വക പരിപാടിക്ക് നിൽക്കരുതെന്ന് അച്ഛൻ രാവിലെ പറഞ്ഞതല്ലേ, ഇതനുസരിക്കാൻ എന്താ ഇത്ര മടി? ഇഷ്ടാവില്ല, ചിലപ്പോ വഴക്കുണ്ടാക്കുകയും ചെയ്യും. ഇതിലിപ്പോ വഴക്കിന്റെ കാര്യം എന്താ ഉള്ളത്? മുഖത്തടിക്കുന്നത് പോലെ വർത്താനം പറഞ്ഞിട്ട് ഇപ്പൊ എന്താ സ്നേഹം കാണിച്ചിട്ട് കാര്യം? ഇനി പുറത്ത് വെച്ച് സംസാരിച്ചൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഓഹോ, അപ്പൊ നന്ദിനിയടുത്തേയും കേട്ടോ? അവിടെ നന്ദിനിയടുത്ത് ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ ചെവിട് പൊട്ടിയൊന്നും അല്ലല്ലോ കേൾക്കാതിരിക്കാൻ. അല്ല, വേണ്ട കാര്യമൊന്നും കേൾക്കാറില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അല്ല, അമ്മ ചെന്ന് അച്ഛനെ ഒന്ന് വിളിക്ക. അല്ല, വീടാവുമ്പോ ചില പ്രശ്നങ്ങളൊക്കെ മാത്രം പോരല്ലോ, ഇങ്ങനെ ചെറിയ സന്തോഷങ്ങളൊക്കെ വേണ്ടേ അമ്മേ? ചെല്ലമ്മേ എന്ന് പറഞ്ഞു. അപ്പൊ അവസാനം മടിച്ച് കമല നിന്നോ. അമ്മയ്ക്ക് മടിയാണെങ്കിൽ ഞാൻ പോയി വിളിക്കാം. ബെസ്റ്റ് എന്ന് നന്ദിനി. വേണ്ട, ഞാൻ തന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് വേഗം അങ്ങോട്ടേക്ക് പോയി കേട്ടോ. അപ്പൊ നന്ദിനി ആണെങ്കിൽ മൊത്തം മുടയായിട്ട് നിൽക്കുകയാണ്. അപ്പൊ വേണ്ട, മാഷ് എന്തോ തപ്പിക്കൊണ്ട് നിൽക്കുകയാണ്. വെച്ച സ്ഥലത്ത് ഒരു സാധനവും കാണില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ വേഗം തന്നെ നമ്മുടെ കമല അങ്ങോട്ടേക്ക് ചെന്നിട്ട്, മാഷ് എന്തായി തപ്പുന്നത്? കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ഒരു നോട്ടീസ് ഉണ്ടായിരുന്നു, അതാ ഈ നോക്കണത്. അതൊക്കെ പിന്നെ നോക്കാം മാഷേ, ഒന്നിങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞു. എന്താ കാര്യം? മറ്റൊന്നും അല്ല, കുട്ടികൾ ഒരു കേക്ക് വാങ്ങിയിട്ടുണ്ട്, അത് ഒന്ന് മുറിക്കാൻ വേണ്ടി വിളിക്കുന്നു മാഷിനെ. കേക്കോ? അതെ, പിറന്നാൾ ആയതുകൊണ്ടായിരിക്കും. ഇവിടെ എന്നു മുതലാ എന്റെ പിറന്നാളിന് കേക്ക് മുറിച്ചൊക്കെ ആഘോഷിക്കാൻ തുടങ്ങിയത്? പറ, 1 കിലോ കേക്കിന് കൊടുക്കുന്ന കാശുണ്ടെങ്കിൽ കാശ് കൊടുത്ത് വേറെ എന്തെങ്കിലും വാങ്ങിച്ചൂടെ? കുട്ടികളുടെ ഏർപ്പാടായതുകൊണ്ടാ. ഏത് കുട്ടികള് എന്ന് ചോദിച്ചോണ്ട് മാഷ് ഭയങ്കര ചൂടായി അങ്ങോട്ടേക്ക് കേറങ്ങി ചെല്ലുകയാണ് കേട്ടോ. അപ്പൊ കേക്കൊക്കെ വാങ്ങി വെച്ചിരിക്കുന്നു. അപ്പൊ വേദയും അതുപോലെ തന്നെ ബാക്കി എല്ലാവരും ഉണ്ട്. വിഷുവും അങ്ങോട്ടേക്ക് വരികയാണ്. വിഷുത്തിന് പിന്നെ പറയേണ്ട കാര്യമില്ല, ആക്രാന്തം. ഓടി വന്നിട്ട്, ആഹാ കൊള്ളാലോ, കേക്കോ? ഏതാ കേക്കാ ശ്രീജെ? വൈറ്റ് ഫോറസ്റ്റ് ആണോ? നിനക്ക് ഇന്നത് വേണമെന്നുണ്ടോ? ഇല്ലല്ലോ, ഏതാണേലും നീ തിന്നില്ലേ എന്നമ്മ. ഏതായാലും അച്ഛന്റെ പിറന്നാൾ ആഘോഷിക്കാൻ തീരുമാനിച്ചല്ലോ, അത് വളരെ നന്നായി. അച്ഛാ, കേക്ക് മുറിക്കച്ച എന്ന് പറഞ്ഞു വിഷു. ഇതിവിടെ പതിവുള്ളതാണോ? അല്ലല്ലോ, പിന്നെ എന്തിനാ ഇതൊക്കെ വാങ്ങിയത് എന്ന് ചോദിച്ചു. പുതിയ ചില ആളുകൾ വരുമ്പോ പുതിയ ചില കീഴ്വഴക്കങ്ങളൊക്കെ ഉണ്ടാവും അച്ഛാ, അത് സ്വാഭാവികം. ഇതിവിടെ വേണ്ടാന്ന് ഞാൻ രാവിലെ പറഞ്ഞതാണല്ലോ. കേക്ക് ഞാൻ വാങ്ങിയതാണെന്ന് വിചാരത്തില്ല നന്ദിനി അടുത്ത് ഇപ്പൊ അങ്ങനെ പറഞ്ഞത്. ഇത് പക്ഷേ ഞാൻ വാങ്ങിയതല്ല എന്ന് വേദ പറഞ്ഞു. അപ്പൊ എല്ലാവരും ഇങ്ങനെ നിൽക്കാണ്. വിജയൻ നോക്കിയപ്പം അതെ അച്ഛാ, വേദ അല്ല കേക്ക് വാങ്ങിയത് എന്ന് പറഞ്ഞു. വിഷയത്തിനെ നോക്കി വിഷയം പിന്നെ നോക്കിയേ വേണ്ട. നന്ദിനിയെ നോക്കിയപ്പം ഇല്ല അച്ഛാ, ഞാൻ ഒരിക്കലും ഇതിനൊന്നും കൂട്ടു തിന്നിട്ടില്ല, ഞാൻ അറിഞ്ഞത് പോലും ഇല്ല എന്ന് നന്ദിനി ഇങ്ങനെ പറയാണ്. അച്ഛന് ഇഷ്ടമല്ല എന്നറിയുന്നത് കൊണ്ട് ഞാനും വിനയേട്ടനും ആലോചിക്കുക പോലും ചെയ്തിട്ടില്ല. അപ്പൊ വേഗം തന്നെ ശ്രീജി ഇങ്ങനെ തല കുനിച്ച് നിൽക്കുകയാണ് കേട്ടോ. വാങ്ങിയത് വേറെ ആരും അല്ല മാഷേ, ഈ ഞാൻ തന്നെയാ എന്ന് പറഞ്ഞു കമല. മറ്റൊന്നും കൊണ്ടല്ല, അതെ പിന്നെ കുടുംബശ്രീയുടെ കുറി തീർന്നപ്പോ നടത്തിപ്പ് വകയിൽ കിട്ടിയ കുറച്ച് കാശുണ്ടായിരുന്നു, എന്റെ കൈ വെച്ചോളാൻ മാഷ് തന്നെയല്ലേ പറഞ്ഞത്. അപ്പോ ആ പൈസ അമ്പലത്തിൽ പോകുന്നതിന് മുൻപ് വേദയെ അത് ഏൽപ്പിച്ച് കേക്ക് വാങ്ങി വെക്കാൻ പറഞ്ഞത് ഈ ഞാൻ തന്നെയാ. അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ മാഷിനോടത് പറയാതിരുന്നത്. എത്രയോ കാശ് പല രീതിയിൽ ചെലവായി പോണു മാഷേ. മാഷിന്റെ പിറന്നാളല്ലേ, വർഷത്തിൽ ഒരിക്കലൊരു കേക്ക് വാങ്ങി മുറിച്ചത് കൊണ്ട് ഒന്നും സംഭവിക്കില്ല മാഷേ. മാഷ് അത് കേക്ക് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പൊ വളരെ ഗൗരവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് മാഷ്. അതെ, കട്ട് ചെയ്യച്ച എന്ന് പറഞ്ഞു. വേദ ഇങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പോ ഞാനും സപ്പോർട്ട് ചെയ്തു എന്ന് ശ്രീജയൻ പറഞ്ഞു കേട്ടോ. അപ്പം എല്ലാവരും, ഇതൊക്കെ എല്ലാ വീട്ടിലും പതിവുള്ളതാച്ചാ, ഇതിപ്പോ നമ്മുടെ വീട്ടിലാ ഇതൊന്നും ഇല്ലാത്തത്. അത് ശരിയാ, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലല്ലേ വീടിന്റെ അന്തരീക്ഷത്തിനൊരു സന്തോഷമൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് വിശ്വം. ശരിയാ, എന്തായാലും വേദ ഈ വീട്ടിലെ മരുമകളായി വന്നു കയറിയപ്പോ ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെ ആഘോഷങ്ങൾ ഉണ്ടായി തുടങ്ങിയല്ലോ, അല്ലേ ശ്രീജെ? സന്തോഷം. അപ്പൊ
നീ പറഞ്ഞത് വളരെ ശരിയാ വിശ്വം. പക്ഷേ ഇതൊക്കെ ആഘോഷിക്കുന്ന വീടുകൾ ഒരുപാടുണ്ട്. പക്ഷേ ആ വീട്ടിലെ ആൺമക്കളൊന്നും ദേ ഇവിടത്തെ പോലെ മൊണ്ണന്മാരും തല്ലുകുളികളും ഒന്നും ആയി പോയിട്ടില്ല എന്നായിരുന്നു അച്ഛന്റെ മറുപടി. ഈ അടി കിട്ടിയ പോലായ വിശ്വത്തിന് പറയണ്ടായിരുന്നോ? എന്റെ ആൺമക്കളിൽ ആരെങ്കിലും ഒരാൾ സ്വന്തം വിയർപ്പ് കൊണ്ട് കയ്യിലെ പണം മുടക്കിയാ വാങ്ങിയത് എങ്കിൽ ഞാൻ നിറഞ്ഞ മനസ്സോടെ ഇത് ഞാൻ സന്തോഷം പങ്കിട്ടേനെ എന്ന് പറഞ്ഞു. അപ്പൊ അവര് മിണ്ടാനില്ല ആർക്കും ഒന്നും. കുടുംബശ്രീയിലെ കുറിക്കണക്ക് നോക്കി നടത്തിയതിന് എന്റെ ഭാര്യയ്ക്ക് കിട്ടിയ പണം വേണ്ടി വന്നു ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് അല്ലേ? ആ എന്റെ അവസ്ഥ ശരിയാ. എന്താണെങ്കിലും ഒരു കാര്യമുണ്ട് കമലേ, എന്റെ ഇളയ മകൻ വരുത്തി വെക്കുന്ന കുഴപ്പം കൊണ്ട് ഇനി എന്തൊക്കെ പ്രശ്നം വരുമെന്ന് അറിയില്ലല്ലോ. ചിലപ്പോ അടുത്ത വർഷത്തേക്ക് ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യാനൊന്നും ഞാനില്ലെങ്കിലോ അല്ലേ? എന്താ മാഷെ ഇങ്ങനെയൊക്കെ? കത്തിയുമായി ഗുണ്ടകൾ വഴിയിൽ കാത്തു നിൽക്കുന്നത് നീയും കണ്ടതല്ലേ? എപ്പം നിനക്ക് മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ട് ഈ കത്തി ഇങ്ങോട്ടേക്ക് താ. എന്താണെങ്കിലും അടുത്ത കൊല്ലം ആഘോഷിക്കാൻ ചിലപ്പോ നമ്മളിവിടെ ചിലപ്പോ ഇല്ലാതായി പോയിന്ന് വരും. അതുകൊണ്ട് ഞാൻ ഈ കേക്ക് കട്ട് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ അച്ഛൻ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. വേണ്ട മാഷേ, മാഷ് അത് കട്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞു. നമ്മൾക്ക് ഇനി ആഘോഷങ്ങൾ ഒന്നും വേണ്ട എന്ന് കമല വേഗം പറഞ്ഞു. മാഷ് പറഞ്ഞത് വളരെ ശരിയാ. ഇങ്ങനെയൊന്നും ആഘോഷം നടത്താനും സന്തോഷിക്കാനും ഭാഗ്യമുള്ള വീടുകളുണ്ട്. പക്ഷെ ആ വീട്ടിലൊന്നും ഈ വീടിന് ആ ഭാഗ്യമില്ല എന്ന് പറഞ്ഞു. ആ ശ്രീജെ, നീ ഈ കേക്ക് എടുത്ത് പോവാൻ നോക്ക് എന്ന് പറഞ്ഞോണ്ട് കമല അങ്ങനെ നിന്നു കേട്ടോ. എന്നിട്ട് കമലയും അച്ഛനും അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. സാരമില്ല, മാഷ് പറഞ്ഞത് വളരെ ശരിയാ. എതി പിടിക്കാത്ത മക്കളുള്ള അച്ഛനമ്മമാർക്ക് സന്തോഷിക്കാൻ ഒരു അവകാശവും ഇല്ല. സാരമില്ല, നമുക്ക് ഈ ആഘോഷമൊന്നും വേണ്ട, എല്ലാം പഴയതുപോലെ തന്നെ പോട്ടെ എന്ന് പറഞ്ഞ് കണ്ണൊക്കെ തൂത്തോണ്ട് കമല അങ്ങോട്ടേക്ക് പോയി. മിണ്ടിയില്ല, മാഷും പോയി കേട്ടോ. അപ്പം വേഗം തന്നെ വേദ അങ്ങോട്ടേക്ക് വന്നു. അതെ, ഇപ്പൊ നിനക്ക് സന്തോഷമായല്ലോ അല്ലേ? അപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ ഈ വീട്ടിൽ നടക്കില്ലാന്ന് നന്ദിനി ചോദിച്ചു. എന്നാലും എന്റെ നന്ദിനി അടുത്തി നിങ്ങളെ സമ്മതിക്കണം കേട്ടോ. എന്തിന്? മനസ്സ് പോലെ തന്നെ എല്ലാം തന്നു ഭവിക്കുന്നുണ്ടല്ലോ. ഇത് മുറിക്കാൻ പറ്റാത്തത് എന്റെ കുഴപ്പം കൊണ്ടാണോ? കുഴപ്പം കൊണ്ടല്ല നന്ദിനി, പ്രാർത്ഥന കൊണ്ട്. അങ്ങനെ പറഞ്ഞാലേ കറക്റ്റ് ആവൂ. ശ്രീചേടത്തി, മുറിക്കാനും വാങ്ങാനും ഒക്കെ നിങ്ങളാ ഇടപെട്ടത്. അതിനകത്ത് ഞാൻ ഇടപെട്ടിട്ടേ ഇല്ല. എന്നോടൊന്നും പറയുകയും വേണ്ട. എന്തുവായത്? നിങ്ങൾക്ക് എല്ലാവർക്കും ചാടിക്കളിക്കാൻ ഞാൻ ചാഞ്ഞു കിടക്കുന്ന ചെല്ലിയൊന്നും അല്ല, പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് നന്ദിനി അകത്തേക്ക് പോയി. അപ്പൊ വേഗം വിശ്വം, അല്ല അപ്പൊ കേക്ക് കട്ട് ചെയ്യുന്നില്ലേ? കത്തിയല്ലേ മുന്നിൽ ഇരിക്കുന്നത്, കട്ട് ചെയ്ത് അങ്ങോട്ട് കഴിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ വേദയും കൂട്ടിക്കൊണ്ട് ശ്രീജ അങ്ങോട്ടേക്ക് പോയി. ശരിയാണല്ലോ, കത്തി ഇരിപ്പുണ്ടല്ലേ, അച്ഛന്റെ ബർത്ത്ഡേ ഞാൻ ആഘോഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ വിശ്വം അത് കട്ട് ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ അച്ഛന്ന് പറഞ്ഞ സ്വന്തം വായി വെച്ചു കഴിച്ച് ആൾ അങ്ങനെ ആസ്വദിച്ച് അങ്ങനെ നിൽക്കുവാണ്. കഴിക്കണം എന്നൊരു അല്ലെങ്കിൽ ഒരു ഇത് മാത്രമേ നമ്മുടെ വിശ്വത്തിനുള്ളൂ. അപ്പൊ വിശ്വം ആരും ഇല്ലെങ്കിലും ആ കേക്കൊക്കെ കട്ട് ചെയ്ത് ആളകത്താക്കി കേട്ടോ. അപ്പം കമല നേരെ ടെറസിലേക്ക് വന്നു തുണിയൊക്കെ വിരിച്ചിടാൻ. അപ്പോഴേക്കും മാഷ് അങ്ങോട്ടേക്ക് കയറി വരികയാണ്. കമല സങ്കടപ്പെട്ടാ പോന്നേന്നറിയാലോ. അപ്പൊ ആള് കണ്ണൊക്കെ തൂത്തിങ്ങനെ നിൽക്കുകയാണ്. കമലെ എന്നിങ്ങനെ വിളിച്ചോ. ഞാൻ സംസാരിച്ചത് ഇത്തിരി ക്രൂരമായി പോയിന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? അതെന്താ മാഷെ അങ്ങനെ ചോദിച്ചത്? ഇത്തിരി നാണോ മാഷിന് തോന്നണത്? എന്റെ മാഷെ, വേദ പിറന്നാൾ ആഘോഷിക്കാം എന്ന് പറഞ്ഞതും മാഷ് എതിർത്തതും ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ അങ്ങനെ ഒരു ആഘോഷം വീട്ടിൽ നടന്നാല് എല്ലാവർക്കും സന്തോഷമാവുമെങ്കിൽ അത് ചെയ്യുന്നതിൽ എന്താ മാഷെ ഒരു തെറ്റ്? പറ എന്ന് ചോദിച്ചു. അപ്പൊ വേഗം തന്നെ, ഞാൻ നിങ്ങളുടെ സന്തോഷത്തിൽ നിന്ന് തന്നതല്ലേ, ഇങ്ങനെയാണോ അത് വേണ്ടിയിരുന്നത് എന്ന് ചോദിച്ചു. ദേ ശകാരമായി ശാപവാക്കുകളായി മാഷ് ഓരോന്ന് പറയുമ്പോഴും ആ വാക്കുകള് മാഷിന്റെ നെഞ്ചിന്റെ പെടച്ചിൽ, ആ ഉള്ളു നോവുന്നത് മാത്രമേ ഞാൻ കാണാറുണ്ടായിരുന്നുള്ളൂ. പക്ഷെ മാഷെ ഇന്ന് മാഷു പറഞ്ഞത് അത് അങ്ങനെ പറഞ്ഞപ്പോ സത്യം പറഞ്ഞാല് എന്റെ നെഞ്ചാ മാഷെ കലങ്ങിപ്പോയത് എന്ന് പറഞ്ഞു. മാഷ് എന്താ വിചാരിച്ചിരിക്കണത്? എന്തിനാ മാഷെ ഇങ്ങനെയൊക്കെ പറയണത്? അതിന്റെ ആവശ്യം എന്താ? അങ്ങനെയൊക്കെ പറയുമ്പോ എന്ത് സന്തോഷമാ മാഷിന് കിട്ടണത് എന്ന് ചോദിച്ചു. കമല, ഞാൻ എൻ്റെ ആദ്യ കൊണ്ട് അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറയുന്നതെന്ന് നീ വിചാരിച്ചോ? എന്നെങ്കിലും വിക്രമൻ അകമ്പടി വന്നതായിട്ട് നീ കണ്ടിട്ടുണ്ടോ? അവനെ അതിനെ പ്രേരിപ്പിച്ചത് അവന്റെ ഭയമാണ് കമല. അത് നീ മനസ്സിലാക്ക. ഇന്നലെ നമ്മൾക്ക് നേരെ ഉണ്ടായതിന്റെ തുടർച്ച ഇന്ന് സംഭവിക്കുമെന്ന ഒരു പേടി. മാഷെ, അങ്ങനൊന്നും ഉണ്ടാവില്ല എന്ന് അവൻ തന്നെ നമ്മളോട് പറഞ്ഞതായിരുന്നില്ലേ? പിന്നെന്താ? നീ ഇത്രയും പാവമായി പോയല്ലോ കമലെ. നീ എന്താ മനസ്സിലാക്കാത്തത്?
ചെയ്ത തെറ്റിന് നമ്മളെ ശിക്ഷിക്കാനാണ് എതിരാളികൾ ശ്രമിക്കുന്നത്. അത് മനസ്സിലായതുകൊണ്ടാണ് അവൻ അകമ്പടി രാവിലെ തന്നെ വന്നത്. ഇനി അതുണ്ടാവില്ല എന്ന് നമ്മളോട് പറഞ്ഞത് അവന്റെ കയ്യൂക്കിന്റെ ബലത്തിൽ മാത്രമാണ്. ഇന്ന് പോയി അവരെ തിരിച്ചടിച്ച് ഭയപ്പെടുത്തി എന്താ പറയാ അടക്കി നിർത്താൻ വേണ്ടി മാത്രം. അത് നീ മനസ്സിലാക്ക എന്ന് പറഞ്ഞു. സത്യം പറയട്ടെ, എനിക്കോ നിനക്കോ പരിചയമില്ലാത്ത ലോകമൊക്കെയാണ് കമല ഇത്. ആ ലോകത്ത് ഏറ്റവും ശക്തിയോടെ ആക്രമിക്കുന്നവനും ഏറ്റവും നന്നായി പേടിപ്പിച്ചു നിർത്തവനുമാണ് അത് സർവൈവ് ചെയ്ത് നിൽക്കുന്നത്. അതാ ഞാൻ ഈ പറയണത് എന്ന് പറഞ്ഞു. അപ്പൊ കമല ഇങ്ങനെ മിണ്ടാതെ കുറേ നേരം നിന്നോട്ടോ മാഷിന്റെ വർത്തമാനം കേട്ടിട്ട്. ആ ലോകത്ത് നിന്ന് ആ കുട്ടിയെ മാറ്റി നിർത്താനാ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നീ ചെയ്യുന്നത് എന്താ എന്ന് ചോദിച്ചു. അവൾ തീരുമാനിക്കുന്നത് പോലെ തന്നെ നീ പ്രവർത്തിക്കുന്നു. അവൾ നിശ്ചയിക്കുന്നത് പോലെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. എന്താ ഇന്നത്തെ കാര്യം തന്നെ നീ ഒന്ന് നോക്ക്. ഈ ആഘോഷം വേദ പ്ലാൻ ചെയ്തതായിരുന്നില്ലേ? എന്നിട്ടോ അവളുടെ പണം ചെലവഴിച്ച് ഒരാഘോഷം വേണ്ട എന്ന് ഞാൻ പറഞ്ഞപ്പോ അതിന് ബദലായിട്ടല്ലേ നിന്നെ കൊണ്ട് അവളത് ചെയ്യിച്ചത്. പക്ഷെ മാഷെ അതിലത്ര വലിയ തെറ്റുണ്ടോ മാഷെ? തെറ്റും ശരിയും തരംതിരിക്കാനല്ല പറഞ്ഞത്. ആ പ്രവൃത്തിയിൽ നിനക്ക് അവളോടുള്ള സ്നേഹമാണ് ശരിക്കും വരുന്നത്. ശരിയാ മാഷെ പറഞ്ഞത്. എനിക്ക് ആ കുട്ടിയോട് സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. മാഷ അകറ്റി നിർത്തണം എന്നൊക്കെ പറഞ്ഞെങ്കിലും ആ കുട്ടിയുടെ മുഖത്ത് നോക്കുമ്പോ എനിക്കതിന് കഴിയാറില്ല മാഷെ. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എവിടെയോ എന്തോ ഒരു പ്രതീക്ഷയുണ്ട്. അവള് മുഖേന നമ്മുടെ മകൻ നേരെയാകുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. അതുകൊണ്ടാ എന്ന് പറഞ്ഞു. മാഷ് നോക്കിക്കോ, മാഷിനെ ഒക്കെ ഞെട്ടിച്ചോണ്ട് ഇപ്പൊ പറഞ്ഞതെല്ലാം മാഷിനെ മാറ്റി പറയേണ്ട ഒരു അവസ്ഥ വരും മാഷെ എന്ന് പറഞ്ഞു. അപ്പൊ വലിയ റിയാക്ഷൻ ഒന്നും ഇല്ലാതെ ഒന്ന് ചിരിച്ചു. അതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് എല്ലാ അമ്മമാരുടെയും മനസ്സ് അങ്ങനെ തന്നെയാ കമല. അവർക്ക് അങ്ങനെ വിശ്വസിക്കാനേ ഒരിക്കലും കഴിയുള്ളൂ. അത് നീ മനസ്സിലാക്ക് എന്ന് പറഞ്ഞു. ചോരയുടെ മണമുള്ള വഴിയിലൂടെയാണ് നമ്മുടെ മകൻ നടക്കുന്നത്. ചിലപ്പോ ആ പെൺകുട്ടീനെ ഒരുപാട് സ്നേഹിച്ച് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുമ്പോ നീ ആ കാര്യം അതൊന്നും മറന്നു പോവരുത് കമല. കൊണ്ടും കൊടുത്തു നടക്കുന്നവന് വഴിയിൽ ഒടുങ്ങാൻ ചിലപ്പോ വിധിക്കപ്പെട്ടത്. അപ്പോൾ ശരിക്കും കമലയ്ക്ക് ഷോക്കായി. അങ്ങനെ ഒരുവന്റെ ഭാര്യയായി ആ മനസ്സിൽ സ്നേഹത്തോടെ പ്രതിഷ്ഠിച്ചിട്ട് അവസാനം അവന്റെ വിധവയായി ആ കുട്ടി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കാണാൻ നിന്നെ കൊണ്ട് നമുക്ക് വിധി ഉണ്ടാവരുത് മാഷേ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ മാഷിനെ കെട്ടിപ്പിടിച്ചു നിന്ന് കരയാണ് കേട്ടോ. അപ്പം പിന്നെ നമ്മൾ കാണുന്നത് വിക്രത്തിനെയാണ്. വിക്രം ഇങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീനിവാസ സാറ് വിളിക്കുകയാണ്. നീ എവിടെയാ വിക്രം എന്ന് ചോദിച്ചു. അതെ, അവിടെ അടുത്തൊരു ബാറില് അഭിലാഷ് അവൻ വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവനെ ഒന്ന് കാണാൻ പോവാ എന്ന് പറഞ്ഞു. അവനെ ഞാൻ ഇന്നലെ വാൺ ചെയ്തതാ. അവൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് അവൻ ഇത്ര പെട്ടെന്ന് പൊങ്ങിയോ? അവന് എന്റെ അച്ഛന്റെ അമ്മയ്ക്ക് നേരെയല്ലേ പൊങ്ങിയത്. അതുകൊണ്ട് ഞാനൊന്ന് കണ്ടിട്ട് വരാം. വേണ്ട വിക്രം, അതിന്റെ ആവശ്യമില്ല. നീ കാണുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ അബദ്ധമൊന്നും കാണിക്കരുത്. അവൻ എന്താ വേണ്ടെന്ന് വെച്ചാല് ഞാൻ കൊടുത്തോളാം. നിന്നോട് പറഞ്ഞത് നിനക്ക് മനസ്സിലായല്ലോ അല്ലേ? ശരി സാർ, സാറ് പറയുന്നത് പോലെ തന്നെ എന്ന് പറഞ്ഞിട്ട് വിക്രം ഫോൺ വെച്ചു. എന്നിട്ട് വിക്രം നേരെ ചെല്ലുന്നത് ഈ അഭിലാഷിന്റെ അടുത്തേക്കാണ്. അപ്പൊ ഈ ബാറിലേക്ക് ചെല്ലുമ്പോഴാണ് നമ്മുടെ ശ്രീകാന്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അളിയോ എന്ന് വിളിച്ചു. അപ്പൊ അളിയനോടെ നിന്നു. എന്താ അളിയൻ ഇവിടെ? അതിപ്പോ നിന്നോട് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അതെ, എന്നോട് പറയേണ്ട കാര്യമില്ല. അല്ല, ഇത്രയും താഴേക്കിടയിലുള്ള സെറ്റപ്പിലൊക്കെ അളിയൻ എത്തിയോ എന്നറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചൂന്നേ ഉള്ളൂ. പിന്നെ അതുകൊണ്ട് ചോദിച്ചതാ. അളിയൻ പറയണമെന്നും നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് ഇവൻ പോവാൻ തുടങ്ങിയപ്പോഴത്തേനും അവിടെ ഒന്ന് നിന്നേ എന്ന് ശ്രീകാന്തിനോട് പറഞ്ഞു. ശ്രീകാന്ത്, അപ്പം അളിയ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പിന്നെ ഞാൻ ഇവിടെ വന്നത് എനിക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ കാണാനാ വന്നത്. അളിയൻ എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കൊഴുപ്പിച്ച് വച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു വരവ് അങ്ങോട്ടേക്ക് വരും. പിന്നെ എന്താ സംഭവിക്കുവാന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. പിന്നെ എന്റെ സ്വഭാവം വെച്ചിട്ട് എന്ത് സംഭവിക്കാം എന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ ഊഹിക്കാം. അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഭീഷണിയാണോ? ഓ, ഭീഷണിയൊന്നുമല്ല. ഞാൻ സത്യസന്ധമായ കാര്യം പറഞ്ഞെന്ന് മാത്രം, അല്ലാതെ വേറൊന്നുമില്ല എന്ന് വേഗം തന്നെ ശ്രീകാന്ത് പറഞ്ഞിട്ട് അളിയൻ ചെല്ല്, എന്താണെങ്കിലും ഞാൻ കാണേണ്ട പോലെ കണ്ടോളാം. അപ്പൊ വേഗം തന്നെ പിന്നെ കാണുന്നത് അഭിലാഷിനെയാണ്. അപ്പൊ അഭിലാഷിന് കുറെ പണം കൊണ്ട് ശ്രീകാന്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അല്ല, എന്തിനാടാ ഈ ശ്രീകാന്ത് സാറ് അവനെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ് പണം തന്നത്? ശരിക്കും പറഞ്ഞാല് അയാളുടെ ശത്രു അല്ലേ? അതെ, എന്തൊക്കെ പറഞ്ഞാലും പെങ്ങളെ കിട്ടിയതല്ലേ, അതുകൊണ്ട് സഹതാപം കൊണ്ടാണോ എന്നറിയില്ലല്ലോ. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ല. പക്ഷേങ്കില് സാബു സാറ് നമ്മളോട് അവന്റെ പണി കൊടുക്കണമെന്നല്ലേ പറഞ്ഞത്?
പോലീസുകാരനല്ലേ, അത്രയ്ക്ക് വിശ്വസിക്കണ്ട എന്ന് അഭിലാഷ് ഇങ്ങനെ പറയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തൽക്കാലം ഞാനിവിടെ എന്താണെങ്കിലും നിൽക്കുന്നത് അത്ര പന്തിയുള്ള കാര്യമൊന്നും അല്ല. ഇന്നലെ ശ്രീനിവാസന്റെ കയ്യിൽ നിന്ന് ജസ്റ്റ് ഞാനൊന്ന് മിസ്സായി എന്ന് മാത്രം. ഇനി ഞാൻ ഇവിടെ വരുന്നത് തന്നെ ഈ പണം കിട്ടുമല്ലോ എന്ന് ഓർത്താം. തൽക്കാലം നിങ്ങളും കുറച്ച് ദിവസത്തേന് മാറി നിന്നോ എന്ന് ഇവന്മാരോട് ഇങ്ങനെ പറഞ്ഞ് ഇവർ ഈ പൈസയൊക്കെ എണ്ണി സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വിക്രം കയറി വരുന്നത്. വിക്രത്തിനെ കണ്ടപ്പോൾ എടാ അഭിലാഷ്, ഇതേ വിക്രം എന്ന് പറഞ്ഞു. അപ്പം പേടിച്ചിങ്ങനെ ഇരിക്കുക. എന്താ, സുഖം തന്നെയല്ലേ നിനക്ക്? അത് ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. ഓ, നിനക്കൊന്നും അറിയില്ല അല്ലേ? നിന്നെ ഞാൻ നേരത്തെ ഒന്ന് വാൺ ചെയ്തതാണ്. അന്ന് രാത്രി ഞാൻ വാൺ ചെയ്തപ്പോ നീ ഒതുങ്ങിക്കോളും, നീ മര്യാദക്കാരനാകുന്ന ഞാൻ വിചാരിച്ചത്. പക്ഷെ നീ അന്നേരം എന്നെ ചൊറിയാനായിട്ടാ ശ്രമിക്കുന്നത്. വീണ്ടും അത് പോരാഞ്ഞിട്ട് ആരുടെ നേരെയാ നീ കൈ നീട്ടിയതെന്നും ആരുടെ നേരെയാ നീ കൈ പൊക്കിയെന്നും നിനക്കറിയോ? അച്ഛൻ്റെയും അമ്മയുടെയും. അപ്പൊ പിന്നെ നിന്നെ എനിക്ക് കാണാതിരിക്കാൻ പറ്റുമോ അഭിലാഷേ എന്ന് ചോദിച്ച ആ വന്ന വഴിക്ക് ഈ എന്താ പറയാ അവിടുത്തെ ആൾക്കാർ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നിടത്തുനിന്ന് ഒരു മദ്യക്കുപ്പിയും കൂടി എടുത്തിട്ടാണ് നേരെ അങ്ങോട്ടേക്ക് വരുന്നത് വിക്രം നേരെ വന്നു. ഇവൻട്ട് ഒരാട്ട് ചവിട്ടം വെച്ചു കൊടുത്തു. ഇവൻ കസേരയായിട്ട് നേരെ മറിഞ്ഞു വീഴുകയാണ്. എന്നിട്ട് ആ മേശപ്പുറത്തിരുന്ന ഒരു ലൈറ്റർ ഇങ്ങനെ എടുത്തിട്ട് തീ ഇങ്ങനെ കത്തിച്ച് പിടിച്ചിരിക്കുകയാണ്. ഈ മദ്യം മുഴുവൻ ഈ അഭിലാഷിന്റെ ദേഹത്തേക്ക് അങ്ങ് ഒഴിച്ചു. അപ്പൊ ഇവന്മാരെല്ലാം പേടിച്ച് പേരണ്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പം വളരെ ഇതില് നോക്കി ഇങ്ങനെ നിൽക്കുന്നു വിക്രം. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു അഗെയിൻ.